വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ CPM-നെതിരെ വീണ്ടും പരാതിയുമായി UDF. 106 വയസ്സായ സ്ത്രീയെ നിർബന്ധിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് പരാതി. ദൃശ്യങ്ങളടക്കം കൈവശമുണ്ടെന്നാണ് UDF-ന്റെ വാദം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്നും അമൽനാഥ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, കണ്ണൂരിൽ നിന്ന് വ്യാപകമായി കള്ളവോട്ടിന്റെ ഒരു വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ UDF ആണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ശ്രുതി, കണ്ണൂർ ജില്ലയിലെ ഈ വീട്ടിലെ വോട്ട് എന്ന സമ്പ്രദായത്തിൽ വലിയ രീതിയിലുള്ള കൃത്രിമം നടക്കുന്നു എന്ന രീതിയിലുള്ള പരാതികളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി UDF ആണ് പരാതി നൽകിയിരിക്കുന്നത്. പേരാവൂരിലെ 123 നമ്പർ ബൂത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് പറയുന്നത്. 106 വയസ്സുള്ള കല്യാണിയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് പരാതിയിൽ സൂചിപ്പിക്കുന്നു. ഇതിന്റെ തെളിവായി ഇത്തരത്തിൽ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം തങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് UDF-ന്റെ വാദം. CPM ബംഗ്ലാകുന്ന് ബ്രാഞ്ച് അംഗം ഷൈമയാണ് ഇത്തരത്തിൽ ഈ കല്യാണിയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചത് എന്നാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നും പരാതിയിൽ പറയുന്നു. UDF ആണ് പരാതി നൽകിയത്. UDF-ന് പുറമെ ഈ കല്യാണിയുടെ ചെറുമകളും പരാതി നൽകിയിട്ടുണ്ട്. താൻ വീട്ടിലില്ലാത്ത സമയത്ത് CPM പ്രവർത്തക കല്യാണിയെ സമ്മർദ്ദത്തിലാക്കി വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ചെറുമകളുടെ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ ഇത്തരത്തിൽ UDF-ഉം LDF-ഉം ആരോപണങ്ങളും പരാതികളും ഉയർത്തിയിരുന്നു. ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കല്യാശ്ശേരിയിൽ 92-കാരിയുടെ വോട്ട് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്തു എന്ന രീതിയിലുള്ള പരാതിയായിരുന്നു. അതായിരുന്നു ഏറ്റവും തുടക്കം എന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ഈ വോട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഷൻ ലഭിച്ചിരുന്നു. അതേസമയം തന്നെ UDF-നെതിരെയും LDF ഇത്തരത്തിലുള്ള പരാതി ഉയർത്തിയിരുന്നു. കമലാക്ഷി വീട്ടിലെ വോട്ടിനു വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ നൽകി. അവിടെ ഉണ്ടായിരുന്ന ഗീത എന്ന BLO, ആ ബൂത്തിലുള്ള ഗീത എന്ന BLO ഇതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. എന്നാൽ വോട്ട് ചെയ്യുമ്പോൾ കമലാക്ഷിക്കു പകരം B കമലാക്ഷി വോട്ട് ചെയ്തു. UDF-ന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന BLO ആയ ഗീത ഇതിന് കൂട്ടുനിന്നു എന്ന രീതിയിലുള്ള പരാതിയാണ് LDF നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വിവിധ പരാതികളാണ് ഈ വീട്ടിലെ വോട്ടുമായി ഈ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് അടിസ്ഥാനമാക്കിയുള്ള തെളിവുകൾ അടക്കം ഈ പരാതിയുടെ കൂടെ നൽകിയിട്ടുമുണ്ട്. ശ്രുതി, അമൽ, ഈ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 5 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ തുടരെ പരാതികൾ എത്തുമ്പോൾ അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കും എന്നുള്ള തരത്തിലാണ് കാസർഗോഡിൽ നിന്ന് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റു നേതാക്കൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ശ്രുതി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് UDF-ന്റെയും LDF-ന്റെയും നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. CPM-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു UDF-ന്റെ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അവർ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ LDF വലിയ ഒരു പരാജയ ഭീതിയിലാണ് ഉള്ളത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്രിമം ഈ വോട്ടിൽ കാണിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ പല ഇടങ്ങളിലായി ഇത്തരത്തിൽ വോട്ടിലെ കൃത്രിമം അവർ നടത്തിയിട്ടുണ്ടാവും. അതൊന്നും പുറത്തു വരാത്തതാണ്. ഏറ്റവും ആദ്യ സംഭവം കല്യാശ്ശേരിയിൽ ഈ 92-കാരിയുടെ വോട്ട് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്തതായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതുകൊണ്ടാണ് അത് തെളിയിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ തെളിവുകൾ ഇല്ലാത്ത പല സംഭവങ്ങളും വിവിധ ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ടാകാമെന്നാണ് UDF പറയുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുന്ന പ്രതികരണങ്ങളാണ് LDF-ന്റെ ഭാഗത്തു നിന്നുമുള്ളത്. തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്, വലിയ ഒരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് LDF പറയുന്നത്. അതേസമയം തന്നെ UDF ആണ് ഇത്തരത്തിൽ കൃത്രിമം കാട്ടുന്നത് എന്ന ആരോപണവും LDF-ന്റെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊണ്ടും കൊടുത്തുമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. UDF-ഉം LDF-ഉം ഇത്തരത്തിൽ കൃത്രിമം കാട്ടിയെന്ന പരാതികൾ ഇരുവിഭാഗവും നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും ഒപ്പം തന്നെ പോലീസിനും ആണ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഒപ്പം തന്നെ അവിടെ കൂടെ പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടികൾ സ്വീകരിക്കുകയും സസ്പെൻഷനിലാവുന്ന കാര്യങ്ങളടക്കം ഇതിന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ട്. ശ്രുതി, വ്യക്തമാണ്. വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ CPM-നെതിരെയാണ് വീണ്ടും പരാതിയുമായി UDF രംഗത്തെത്തിയത്. 106 വയസ്സായ സ്ത്രീയെ നിർബന്ധിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് ഇപ്പോഴത്തെ പരാതി. വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്.